എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് രജനി. ഞാൻ ആദിദേവിന്റെ അമ്മയാണ്. ഇന്ന് ഞങ്ങൾ അത്താഴത്തിന് ഒരു ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്. അത് കുറച്ച് നന്നായി മുറിച്ച് കഴുകി വിനാഗിരി ഉപ്പുമൊക്കെ ഇട്ട് കഴുകി നന്നായി വൃത്തിയാക്കി ഒരു ചെറിയ മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ച് ഇത്തിരി 1-2-3 വരഞ്ഞ്, കാരണം ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കാനായിട്ട് നന്നായി വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിന് പുരട്ടാനായിട്ട് കുറച്ച് മസാലയാണ് വേണ്ടത്. ഇച്ചിരി വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീര്, കാരണം എനിക്ക് വിനാഗിരി ഇല്ല, അതിന് പകരം നാരങ്ങയുടെ നീര് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പച്ചമുളക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി ചെറുതായി കുറച്ച് കഷ്ണങ്ങളാക്കി അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ഒരു ടീസ്പൂൺ പെരുംജീരകം, കുറച്ച് ഗരം മസാല, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഈ നാരങ്ങ നീരും ചേർത്ത് ഇതെല്ലാം കൂടി അരച്ചിട്ട് വരാം. കൂട്ടുകാരെ, കുരുമുളക് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നമുക്ക് അത്യാവശ്യമായിട്ട് നന്നായിട്ട് വേണ്ടത് ഇതിൽ കുരുമുളകാണ്. ഒരു 2 സ്പൂൺ കുരുമുളക് ഇതിനകത്ത് അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇടണം. ഇത് ഞാൻ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കുറച്ച് നേരം നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് നന്നായിട്ട് ഈ ഉപ്പും മുളകും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ തേച്ച് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാൻ അത്ര സമയം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പുറത്തൊരു 1 മണിക്കൂറെങ്കിലും വയ്ക്കുന്നത് നന്നായിരിക്കും. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഈ സംഭവം എടുക്കാം. അതിനുശേഷം നമുക്ക് വറുക്കാൻ തുടങ്ങാം. ഇത് കുറച്ച് ഒരു പാൻ അടുപ്പ് വയ്ക്കുക. അതിനുശേഷം തീയാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വറുക്കാൻ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും വറുത്തെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കിനി വറക്കുന്നതിന് ജസ്റ്റ് മുന്നേ കുറച്ച് കോൺഫ്ലോർ, ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, കൈ വെച്ചിട്ട് തന്നെ. ഓക്കെ, ഇപ്പോൾ ഈ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് കൈ പൊള്ളാതെ സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് മീഡിയം തീയിലാണ് ഇത് വേവിക്കേണ്ടത്. ഇനി ഒന്ന് പതുക്കെ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ജ്യൂസിയുമായിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും റെഡി. അപ്പോൾ എൻ്റെ ആദ്യക്കുട്ടിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു. ബൈ ബൈ. ഗുഡ് നൈറ്റ്.